എന്താണ് വഖഫ്? ഇസ്ലാമിക ആചാരപ്രകാരം ദാനം ചെയ്തിട്ടുള്ള സ്വത്ത് വകകൾക്കാണ് വഖഫ് എന്ന് പറയുന്നത്. മതപരവും ജീവകാരുണ്യപരവുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത്തരം സ്വത്തുക്കൾ വിനിയോഗിക്കുന്നത്. വഖഫ് അനൗദ്യോഗികമായിട്ടുള്ള നിയമമായി കണക്കാക്കപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. പിന്നീട് 1954 സെൻട്രൽ വഖഫ് ആക്ട് നിലവിൽ വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അത് 1995 വരെ നിലനിന്നു. പിന്നീട് 1995 മുമ്പുണ്ടായിരുന്ന വഖഫ് നിയമം പൂർണ്ണമായും മാറ്റിക്കൊണ്ട് 1995 ആക്ട് നിലവിൽ വന്നു. ഇതിൽ ഗണ്യമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയുണ്ടായിട്ടുണ്ട്. അത് 2013 വരെ നിലനിന്നിരുന്നു എന്നതാണ് വസ്തുത. 2013 ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. വഖഫ് നിയമത്തിന്റെ അധീനതയിൽ വരുന്ന അതിന്റെ മെമ്പർമാർക്ക് ചില അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള നിയമമായിരുന്നു അത്. അതിനുശേഷം ഇപ്പോഴാണ് ആ ബില്ല് ഭേദഗതിയാകുന്നത് നമ്മുടെ രാജ്യത്ത്. 2025 വഖഫ് ബില്ലിന്റെ ഭേദഗതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത്, മുമ്പുണ്ടായിരുന്ന വഖഫ് ബോർഡിലെ അംഗങ്ങൾക്ക് ഉണ്ടായ അധികാരത്തിന് അപ്പുറത്തേക്ക് ഗവൺമെന്റിനും കോടതികൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കും ഇടപെടലിനും സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കുന്നു എന്നതാണ്. നിയമാനുസൃതമായിട്ടുള്ള ഇഷ്ടദാനത്തിന് പ്രധാനമായി കണക്കാക്കപ്പെടുന്ന വഖഫ് സ്വത്തുക്കൾ കൃത്യമായ ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗിലേക്ക് വരുന്നു എന്നതാണ് അതിന്റെ വലിയ പ്രത്യേകതകളിൽ ഒന്ന്.